എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. MS വേണുഗോപാലാണ് ഇന്റർവ്യൂ റൂമിൽ. സാർ നമസ്കാരം. നമസ്കാരം. സാർ, അങ്ങനെ ഇന്നലെയായിരുന്നു മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ നമുക്കറിയാം BJP, ശിവസേന, ഷിൻഡെ സഖ്യം അത് അധികാരത്തിലേക്ക് വരുന്നു എന്നത് മാത്രമല്ല, BJP ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യം താക്കറെ കുടുംബമാണ് മഹാരാഷ്ട്ര നയിച്ചിരുന്നത്. അപ്പൊ താക്കറെ ഭരണത്തിന് അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന് പറയുന്ന ഒരു കിങ് മേക്കർ കൂടി ഉണ്ടായൊരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ കണ്ടത്. മഹാരാഷ്ട്ര എന്ന് പറയുന്ന വലിയൊരു സംസ്ഥാനം എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരാകേന്ദ്രമായ മുംബൈ ഇനി ആര് ഭരിക്കും എന്നുള്ളത് വളരെ നിർണായകവുമാണ്. തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായി വിലയിരുത്തിയൊരു വ്യക്തിയാണ്. എന്താണ് താങ്കളുടെ ഒരു ഒപ്പീനിയൻ? എങ്ങനെയാണ് താക്കറെ ഇത്രയും അധികം അധപ്പതിച്ചു പോയത്? എങ്ങനെയാണ് BJPക്ക് ഇത്രയും വലിയൊരു വിജയം സാധ്യമായത്? മഹാരാഷ്ട്രയിൽ മറാഠാവാദം, ഹൈന്ദവവാദം, ഹൈന്ദവർ ഒരു ശക്തിയായി വരണം, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് ബാൽസാബ് താക്കറെ, അല്ലേ? അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എപ്പോഴും ഹിന്ദുത്വ ഐഡിയോളജിയിലായിരുന്നു. ഒപ്പം മറാഠി പ്രൈഡും കൂടെ ഉയർത്തുക എന്നുള്ളതായിരുന്നു. അതിന് ഘടകവിരുദ്ധമായി എപ്പോഴാണോ ശിവസേന നിന്നത്, അല്ലെങ്കിൽ മകൻ ഉദ്ധവ് താക്കറെ നിന്നത്, അന്ന് മുതൽ ശിവസേനയുടെ അധപ്പതനവും തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണേണ്ട ഒരു കാര്യം. ആ റോളിലേക്ക് ഫഡ്നാവിസ് വളരെ ബുദ്ധിപൂർവ്വം നുഴഞ്ഞു കയറി മറാഠാവാദമായാലും ഹിന്ദുത്വവാദമായാലും വികസനമായാലും അതിൻ്റെ ആള് ഞങ്ങളാണ്, BJP ആണ്, ഞാനാണ് എന്ന് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് 2014 അദ്ദേഹം ആദ്യത്തെ മുഖ്യമന്ത്രി ആയത് മുതൽ മൂന്നാം ടേം 2024 മുഖ്യമന്ത്രി ആയത് വരെയുള്ള കാലഘട്ടവും അദ്ദേഹം കുറച്ചുനാൾ പ്രതിപക്ഷ നേതാവായി ഇരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം ആ കാര്യമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ശിവസേന എന്ന് പറയുന്നത് പഴയ ശിവസേനയല്ല. ബാൽസാഹേബ് താക്കറയുടെ ആ കാലത്തെ ആ ഒരു താക്കറെ കുടുംബമോ ആ ഒരു താക്കറെ ഫിലോസഫിയോ അല്ലെങ്കിൽ ആ ഒരു ശിവസേനയോ അല്ല ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഇത് ഒരു ഒറ്റിക്കൊടുപ്പ് രാഷ്ട്രീയം കളിക്കുന്നവരാണ്. ഏറ്റവും പ്രത്യേകത, ഈ ഉദ്ധവ് താക്കറെ ആയാലും ബാൽ താക്കറെ ആയാലും ഹിന്ദു സഹോദരന്മാരെ എന്ന് അഡ്രസ്സ് ചെയ്തിരുന്നവരാണ്. ആ അഡ്രസ്സിങ് അദ്ദേഹം മാറ്റിയത് അദ്ദേഹം ഈ അഘാഡിയ സഖ്യത്തിലേക്ക് പോയത് മുതലാണ്, കോൺഗ്രസുമായി ചേർന്നത് മുതലാണ് എന്നുള്ളത് ഭംഗിയായി എസ്റ്റാബ്ലിഷ്, അത് യാഥാർത്ഥ്യമാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും കൂടെ ദേവേന്ദ്ര ഫഡ്നാവിസിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ജനിച്ചത് 1970-ലാണ്. അന്ന് സൂര്യനെ പോലെ ഉദിച്ചു നിന്നിരുന്ന ബാൽസാഹേബ് താക്കറെയുടെ ആ യുഗത്തിൻ്റെ അവസാനം അദ്ദേഹത്തിൻ്റെ ഏതാണ്ടൊരു 43-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം സാധിച്ചെടുത്തു എന്നുള്ളത്. ആദ്യത്തെ മുഖ്യമന്ത്രി ആയത് 44-ാമത്തെ വയസ്സിലാണ്. അന്ന് മുതൽ അദ്ദേഹം ആ ഒരു ലെഗസിയെ ബ്രേക്ക് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ കാരണം ഉദ്ധവ് താക്കറെയും കൂടെയാണ്. കാരണം BJP ഒരു വലിയ പാർട്ടിയായി വളർന്നത്, ഇന്ത്യ മുഴുവൻ പടർന്നത് കാണാനുള്ള കണ്ണ് ഉദ്ധവ് താക്കറേക്ക് ഇല്ലാതെ പോയി. ബാൽ താക്കറയുടെ കാലത്ത് അങ്ങനെയല്ല. ബാൽ താക്കറയുടെ കാലത്ത് BJP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ജനസംഘം എന്ന് പറയുന്നത് ഒരു കൊച്ചു പാർട്ടിയായിരുന്നു. ഇന്ത്യയിലെ എണ്ണപ്പെട്ട ചില സംസ്ഥാനങ്ങളിൽ മാത്രം ശക്തിയുള്ള ഒരു കൊച്ചു പാർട്ടിയായിരുന്നു. ഈവൻ അദ്വാനിയും വാജ്പേയിയും ഉള്ള കാലത്ത് പോലും അവരൊരു കൊച്ചു പാർട്ടിയായിട്ടാണ് നിന്നിരുന്നത്. അത് 2000-ന് ശേഷം ഭരണം, 96-ന് ശേഷം ഭരണം പിടിക്കുകയും 2004 വരെ ആ ഭരണമൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തെങ്കിൽ പോലും അന്നും ഇന്ത്യയിലെ ഒരു നിർണായക ശക്തിയാണെന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വളർന്നിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് പിക്ചർ മാറി, ഇന്ത്യ മുഴുവൻ താമര വിരിയിക്കുന്ന ഒരു പാർട്ടിയായി ഇത് മാറി. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലത്ത് എന്നുള്ളത് പഠിക്കാൻ, മനസ്സിലാക്കാൻ ഉദ്ധവ് താക്കറെ വിട്ടുപോയി. അത് ഫഡ്നാവിസ് ഭംഗിയായി മുതലെടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഹിന്ദി ബെൽറ്റ് മുഴുവനും BJPക്ക് അനുകൂലമാകുന്നു. കേരളത്തിലടക്കം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ BJPയുടെ നേതൃത്വത്തിന് സാധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. നമുക്കറിയാം, ഈ താക്കറെ ഭരണം, അതായത് കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഭരിക്കുന്ന താക്കറെ ഭരണം അവസാനിക്കുമ്പോൾ ഇനി എന്താണ് അവരുടെ ഭാവി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവരുടെ ഭാവി ഈ രീതിയിൽ പോയാൽ അധോഗതിയിലാണ്. കാരണം അവിടെ കോൺഗ്രസിന്റെ അധപതനം നമ്മൾ കണ്ടു, NCPയുടെ അധപതനം കണ്ടു. അവർ കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നു. അപ്പോൾ NCP എന്ന് പറയുന്നത് ഒരു നിർണായക ശക്തിയായിട്ട് മഹാരാഷ്ട്രയിൽ വളർന്നു വന്നതാണ്.
ശരത് പവാർ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വലിയ നേതാവ് അവിടെ ഇല്ലായിരുന്നു. ഇന്ദിരാഗാന്ധി വളരെ ഭയത്തോടും ബഹുമാനത്തോടും കൂടി കണ്ടിരുന്ന ആളാണ് പവാർ. ആ വ്യക്തിയുടെ ശോഷണം നമ്മൾ കണ്ടു. ഇതൊക്കെ വന്നത് എങ്ങനെയാണ്? ഈ BJP എന്ന് പറഞ്ഞ ഒരു ദേശീയവാദി പാർട്ടി, അതാണ് അവരുടെ ഒരു പ്രത്യേകത. ഹിന്ദുത്വം അവർ പറയുന്നുണ്ടെങ്കിലും ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു ദേശീയവാദത്തിൻ്റെ ഭാഗമാണെന്ന് സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇത് വെറും ഒരു വർഗീയ മുദ്രാവാക്യമല്ല, അതൊരു ദേശീയതയുടെ ഭാഗമാണെന്നും അത് വികസനത്തിൻ്റെ ഭാഗമാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിന് പുറമെ ഏത് സംസ്ഥാനങ്ങൾ നിങ്ങളെടുത്തു, അവിടെയെല്ലാം ആ മണ്ണിൻ്റെ ഒരു മകനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് BJPക്ക് എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ആദ്യം നരേന്ദ്രമോദി ഗുജറാത്തിൽ വന്നതാണെങ്കിൽ, പിന്നീട് യോഗി ആദിത്യനാഥ് UPയിൽ വന്നതാണെങ്കിൽ, കുറേശ്ശെ ആയിട്ട് അവർ ഓരോ സ്ഥലത്ത് അവരുടെ നേതാക്കളെ വളർത്തിക്കൊണ്ടുവന്നു. അത്തരത്തിൽ സെക്കൻഡ് ജനറേഷൻ, അതായത് ഒരു 45 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു ടീമിനെ ഇന്ത്യക്ക് ഒരു 10 പ്രധാനമന്ത്രി വേണോ എന്നാ എടുത്തോ എന്ന് പറയാൻ തക്ക വിധത്തിൽ അവർ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. വ്യത്യസ്ത ഇടങ്ങളിൽ, അതും താഴെത്തട്ടിലുള്ള ജനങ്ങളിൽ നിന്ന്. മനസ്സിലായില്ലേ? ബിജെപിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രസിഡന്റും ഒക്കെ പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് നിതിൻ നബീന് പ്രായം 45 വയസ്സാണ്. അപ്പോൾ തന്നെ പ്രസിഡന്റ് ആക്കി വെക്കുന്നു അദ്ദേഹം. അതിനിടെ ഈ 45 വയസ്സിനിടെ 25 പ്രാവശ്യം അവിടെ 25 വർഷത്തോളം MP ആയിരുന്നു, 5 പ്രാവശ്യം MLA ആയിരുന്നു. അതൊരു വലിയ നേട്ടമല്ലേ? ബീഹാറിനെ പോലൊരു സ്ഥലത്ത്, BJPക്ക് വലിയ ഹോൾഡ് ഇല്ലാത്തൊരു സ്ഥലത്ത് 45 വയസ്സ് വരെ, 22ാമത്തെ വയസ്സിലോ മറ്റോ തുടങ്ങിയത് 45 വയസ്സ് വരെ അദ്ദേഹം MP ആയിട്ട് അവിടെ MLA ആയിട്ട് തുടരുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെയുള്ള ഒരാളെ അവിടുന്ന് വളർത്തിക്കൊണ്ടുവന്നപ്പോൾ ബീഹാറിനൊരു നാഥനായി, ഒപ്പം ഇന്ത്യക്കും പകരം വയ്ക്കാനൊരു ആളായി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ബെൽറ്റാണല്ലോ ബീഹാർ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ്. അതുപോലെ UP യോഗി ആദിത്യനാഥിനെ അവിടെ ഒരു വലിയ നേതാവാക്കി വളർത്തിക്കൊണ്ടു. MP-യിൽ ഡോക്ടർ മോഹൻ യാദവ് എന്ന് പറയുന്ന ഒരു പിന്നോക്കക്കാരനെ അവിടെയും അവർ വളർത്തിക്കൊണ്ടുവന്നു. ഇനി ഇതും അവസാനമില്ല. പിന്നെ ഒറീസയിലാണെങ്കിൽ മോഹൻ ചരൺ പിന്നെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മോഹൻ ചരൺ മാഞ്ചി എന്ന് പറയുന്ന ഒരു നേതാവിനെ അവിടെയും വളർത്തിക്കൊണ്ട്, ഇതെല്ലാം പ്രായം 50, 52 വയസ്സിനൊക്കെയുള്ള പ്രായത്തിലുള്ളവരാണ്. അതുപോലെ ഹരിയാനയിൽ സാനി, ഇപ്പം അദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അതൊന്ന് നോക്കിക്കോട്ടെ, അതൊന്ന് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ബീഹാറിൽ, അതുപോലെ തന്നെ ഇപ്പം ഹരിയാനയിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന നയാബ് സിംഗ് സാനി, അദ്ദേഹവും ഈ 50 വയസ്സ് 52 വയസ്സിലൊക്കെ വരുന്ന ആ റേഞ്ചിലുള്ള ആൾക്കാരാണ്. അതായത് അപ്പോൾ ഒരു 45 മുതൽ 55 വയസ്സുള്ള ഒരു യുവനിര ഹിന്ദി ബെൽറ്റിൽ മൊത്തം അവർ വിന്യസിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ സൗത്തിൽ നോക്ക്, സൗത്തിൽ അവർക്ക് ശക്തിയില്ല, ഭരണമില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും, കർണാടകത്തിൽ ഒരു തേജസ്വി സൂര്യ വന്നു കഴിഞ്ഞു അല്ലേ? അതുപോലെ തന്നെ ശക്തിയില്ല എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ ഒരു അണ്ണാമലയെ അവർ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ സൗത്തിലായാലും നോർത്തിലായാലും എവിടെ എടുത്താലും അവർക്ക് ഒരു 50 വയസ്സിന് താഴെ നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനടുപ്പിച്ച് നിൽക്കുന്ന ഒരു യുവതലമുറയെ കൊണ്ടുവന്നിരിക്കുന്നു. അതിൻ്റെ അവസാനത്തെ രൂപമെന്ന് വേണമെങ്കിൽ പറയാം ഫട്നാവിസ് ഒരു പക്ഷേ അവിടെ കൊണ്ട് നിൽക്കുമെന്ന് എനിക്ക് സംശയമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഗ്രോത്ത് എന്ന് പറയുന്നത്, 22ാമത്തെ വയസ്സിൽ അദ്ദേഹം കൗൺസിലർ ആകുന്നു നാഗ്പൂരിൽ കോർപ്പറേഷനിൽ. 27ാമത്തെ വയസ്സിൽ അദ്ദേഹം അവിടുത്തെ മേയറാകുന്നു. 30 വയസ്സ് അടുപ്പിച്ച് കഴിഞ്ഞതോടുകൂടി അദ്ദേഹം നാഗ്പൂർ സൗത്തിൽ നിന്നും MLA ആകുന്നു. 25 വർഷം ഇപ്പോൾ 26 ആയപ്പോൾ 25 വർഷത്തോളം അദ്ദേഹം MLA സ്ഥാനം നോക്കിക്കഴിഞ്ഞു. അപ്പോൾ 43ാമത്തെ വയസ്സിൽ മഹാരാഷ്ട്രയിലെ പാർട്ടിയുടെ സെക്രട്ടറി ആകുന്നു, പ്രസിഡന്റ് ആകുന്നു. അതിനിടയ്ക്ക് 44ാമത്തെ വയസ്സിൽ 2014 അവിടുത്തെ മുഖ്യമന്ത്രിയാകുന്നു. 5 വർഷം അവിടെ മുഖ്യമന്ത്രിയായി ഭരിക്കുന്നു. പിന്നെ രണ്ടാമതും 2019 മുഖ്യമന്ത്രിയാകുന്നു. ആ സമയത്ത് ശിവസേനയ്ക്ക് മനസ്സിലായി അപകടമാണ്, ഞങ്ങളിങ്ങനെ വിട്ടുകൊടുത്താൽ ഇവർ കയറി ഭരണം തുറന്നു പിടിക്കും. പക്ഷേ എന്നാൽ ഒപ്പം നിന്നെങ്കിലും ഒരു പ്രശ്നമില്ലായിരുന്നു. രണ്ടുപേർക്കും ഉള്ള സ്ട്രെങ്ത്തുകൾ ഒന്നിച്ചു ചേർന്നാൽ ഒരു വലിയ സ്ട്രെങ്ത് തന്നെയാണ്, ആർക്കും അവരെ ബീറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അഡ്വൈസ്, ഉദ്ധവ് താക്കറേക്ക് കിട്ടിയ അഡ്വൈസ് ഇവരെ പൊളിക്കണം എന്നുള്ളതാണ്. അതിനായിട്ട് അദ്ദേഹം ഒരു വാദം ഇട്ടു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി 2019 BJP ആണെങ്കിലും BJP വേണ്ട, ഞങ്ങൾ കൂടെ ചേർന്ന് ഒരു റൊട്ടേഷൻ മുഖ്യമന്ത്രി വേണം,
2.5 വർഷം നിങ്ങളും 2.5 വർഷം ഞങ്ങളും. അപ്പോൾ അതും ഏകദേശം അംഗീകരിക്കുമെന്ന് തോന്നിയതാണ്. ആദ്യത്തെ ഫട്നാവിസ് ശരിക്കും, പിന്നെ നിങ്ങളെന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴേക്കും അവർ ആദ്യം എടുത്തിട്ടു. ഇല്ല, ആദ്യം ഉദ്ധവ് താക്കറെ, രണ്ടാമത്തേത് ഫട്നാവിസ്. അപ്പോൾ അത് വന്നപ്പോൾ ഫട്നാവിസ് തീർത്തും പറഞ്ഞു ഇല്ല, ഞങ്ങൾ മാത്രമേ ഭരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സർപ്രൈസിങ് ആയിട്ട് അദ്ദേഹം പവാറിൻ്റെ കൂടെ നിന്നിരുന്ന അജിത് പവാറിനെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ശ്രമം നടത്തി. അദ്ദേഹം മുഖ്യമന്ത്രിയും അജിത് പവാർ ഉപമുഖ്യമന്ത്രിയുമായിട്ട് വന്നു. പക്ഷേ അതിനെ പവാറിനെ കൊണ്ട് ഇവർക്ക് പൊളിപ്പിക്കാൻ കഴിഞ്ഞു. അജിത് സിംഗിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് 80 ദിവസം മാത്രം മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. 2014 ടേം പൂർത്തിയാക്കിയ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായെങ്കിൽ അദ്ദേഹത്തെ നാണം കെടുത്തുന്ന വിധത്തിൽ ഒരു പ്രക്രിയ കൂടിയാണ് അവിടെ പവാർ ചെയ്തത്. പവാറിൻ്റെ ഉദ്ദേശം ഇദ്ദേഹത്തിനെ ഒന്ന് വീക്കൻ ചെയ്യണം, ഇദ്ദേഹത്തിനെ ഒന്ന് ഡൗൺഗ്രേഡ് ചെയ്യണം, ഇദ്ദേഹത്തിനെ കൊച്ചാക്കി കളയണം എന്നുദ്ദേശിച്ചാണ് 2019 അങ്ങോട്ട് പോയ മരുമോനെ ഇങ്ങോട്ട് വിളിച്ച്. രണ്ടും അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടിയാണെന്നാണ് പറയുന്നത്. രാഷ്ട്രീയ ചാണക്യനാണ് അദ്ദേഹം പവാർ. അങ്ങോട്ട് വിട്ടതും അദ്ദേഹം തന്നെയാണ്, ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചതും അദ്ദേഹം തന്നെയാണ്. അങ്ങനെ ഫട്നാവിസിനെ ഒന്ന് കൊച്ചാക്കി. അന്ന് ഫട്നാവിസ് കണക്കാക്കി ഇത് ശരിയല്ലല്ലോ. അങ്ങനെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നു. 2.5 വർഷം ഉദ്ധവിൻ്റെ ഭരണത്തെ അദ്ദേഹം വീക്ഷിച്ച് ജനങ്ങളുടെ ഇടയിൽ കറക്റ്റായിട്ടുള്ള മെസ്സേജ് കൊടുത്തുകൊണ്ടിരുന്നു. ഇത് അപകടമാണ്, ഇത് മിസ്റൂളാണ്, അതുപോലെ തന്നെ ഐഡിയോളജിയിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങൾ താക്കറെ എന്താണോ നിങ്ങളെ പഠിപ്പിച്ചത്, ബാലസാഹബ് താക്കറെ എന്താണോ നിങ്ങളെ പഠിപ്പിച്ചത്, അതിന് വിരുദ്ധമായിട്ടാണ് മകൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ട് കാണിക്കുന്നത്. ഐഡിയോളജിക്കൽ ലോസ് വരുത്തിയിരിക്കുകയാണ്. അതിനോടൊപ്പം അദ്ദേഹം കറപ്ഷനും, അപ്പോൾ പണമൊക്കെ ചില പാർട്ടിക്ക് വേണമല്ലോ, അങ്ങനെയൊക്കെ കറപ്ഷനും ഒക്കെ കൂടെ വന്നപ്പോഴേക്കും അതൊരു വലിയ വിഷയമാക്കി. അങ്ങനെ ഇരുന്നപ്പോഴാണ് 2014 ഇദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവായിരുന്ന ഏക്നാഥ് ഷിൻഡെ പതുക്കെ, അന്നേ അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു, പതുക്കെ പിടികൂടി. താങ്കൾക്കൊരു ഇത് സഹിക്കുന്നുണ്ടോ, ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്, ഞാൻ ഇവിടെ ഇരുന്നോളാൻ തോന്നി. അപ്പോഴാണ് അദ്ദേഹം ഒരു മോഹം ഇട്ട് കൊടുത്തത്. താങ്കൾക്ക് എന്നെങ്കിലും അവിടെ ഇരുന്നാൽ ഇതിൽ ഉന്നതി വരുമോ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകാനുള്ളൊരവസരം നിങ്ങൾക്ക് കിട്ടുമോ? അതിൽ ഏക്നാഥ് ഷിൻഡെ വീണുപോയി. അദ്ദേഹം പറഞ്ഞു അതൊരിക്കലും കിട്ടില്ല, എന്നാൽ ഇങ്ങ് പോരെ, ഇപ്പം 2022 നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനം തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കി. അപ്പോഴും ഫട്നാവിസ് അവിടെ നിന്ന് മാറി നിൽക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അദ്ദേഹവും പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ പാർട്ടി നേതൃത്വം പറഞ്ഞു ഉപമുഖ്യമന്ത്രിയായിട്ട് തുടരണം, അവിടെ ഒരു കൺട്രോൾ വേണം, നമ്മുടെ ഒരാൾ വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ഉപമുഖ്യമന്ത്രിയായിട്ട് വന്നു. 2024 അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടു കൂടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് BJP കൊണ്ടുവരികയും 13 സീറ്റിൻ്റെ മാത്രം വ്യത്യാസമേ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിന് വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ. എന്നാലും NCPയും അജിത് പവാറും അതുപോലെ തന്നെ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയും കൂടി ചേരുമ്പം തമ്പിങ് മെജോറിറ്റി ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു പ്രധാന പ്രശ്നം വന്നു. അടിത്തട്ടിൽ BJP എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അടിത്തട്ടിൽ BJPക്ക് സ്ട്രെങ്ത് ഇല്ലായിരുന്നു. ആ സ്ട്രെങ്ത് ഉണ്ടാക്കാനാണ് 29 കോർപ്പറേഷനുകളിൽ 25 പിടിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BMC ആണ്, മുംബൈ നഗരസഭ. ആ നഗരസഭ എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ, താങ്കൾ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ബജറ്റുള്ള നഗരസഭയാണ്. 74,450 കോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെയൊക്കെ ഏതാണ്ട് 50%, 1/3 കൂടുതൽ വരുന്ന ഒരു തുകയാണ് ബജറ്റിൽ വന്നിരിക്കുന്നത്. രസമെന്ന് വെച്ചാൽ 2004 മുതൽ 2014 വരെ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടിയിട്ടുള്ളത് പോലും 75 കോടിയാണ്. 10 വർഷം കേന്ദ്ര സഹായം എന്ന് പറഞ്ഞ് കിട്ടിയത് 75 കോടിയാണ്. ഇവിടെ കിട്ടിയിരിക്കുന്നത് 74 കോടിയാണ് അല്ലേ? അപ്പോൾ ഇത് ഇത്ര 74,500 കോടി എന്ന് പറയാം. അത്രയ്ക്ക് വലിയ ഒരു തുക ബജറ്റുള്ള ഒരു കോർപ്പറേഷൻ പിടിച്ചടക്കുക എന്നുള്ളത് എന്നും BJPയുടെ ഒരു സ്വപ്നമായിരുന്നു. അദ്വാനിയും വാജ്പേയിയും പോലും അത് താക്കറേക്ക് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ അത് പിടിച്ചടക്കി എന്നുള്ളതാണ്. ഈ വളരെ വിഷണറിയായി തന്നെ പ്രവർത്തിച്ചു. വളരെ വിഷണറിയാണ്. ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തിൻ്റെ ശീലം ഇതാണ്, ഒന്നിനും വിട്ടുകൊടുക്കുന്ന ശീലമില്ല. ഏതാണ്ട് നരേന്ദ്രമോദിയുടെ സ്വഭാവങ്ങൾ ഒത്തുവരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചർ എന്തായിരിക്കും? ഇദ്ദേഹത്തിനെ വിളിക്കുന്നത് നരേന്ദ്ര ഫട്നാവിസ് എന്നാണ്. മനസ്സിലായോ? അതിൻ്റെ പ്രധാന കാരണം നരേന്ദ്രമോദി എങ്ങനെയാണോ വളർന്നു വന്നത് അതുപോലെയാണ്. അദ്ദേഹം കൊച്ചിലെ മുതൽ RSSലും മറ്റു ഇതിലാണ് വളർന്നു വന്നതെങ്കിൽ ഇദ്ദേഹം കൊച്ചിലെ മുതൽ RSSലും ജനസംഘിലും ഒക്കെ വന്നിട്ട് BJPയിൽ 80 മുതൽ BJPയിലായി. അന്ന് ABVPയുടെ നേതാവായിട്ട് 19ാമത്തെ വയസ്സിൽ തന്നെ നാഗ്പൂർ മൊത്തം അറിയപ്പെടുന്ന ആളായി.
അതിനുശേഷം പിതാവിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഗംഗാധർ ഫട്നാവിസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടുത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോവുകയും ബൂത്ത് തലത്തിൽ പ്രവർത്തനം എങ്ങനെ, താഴെത്തട്ടിലെ പ്രവർത്തനം എങ്ങനെ, പ്രചരണ തന്ത്രങ്ങൾ എങ്ങനെ, ഇതൊക്കെ അദ്ദേഹം കൊച്ചിലെ തന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 22ാമത്തെ വയസ്സിൽ കൗൺസിലറായും 27ാമത്തെ വയസ്സിൽ മേയറായും 43ാമത്തെ വയസ്സിൽ പാർട്ടി പ്രസിഡൻ്റായും 44ാമത്തെ വയസ്സിൽ CM ആയിട്ടുമൊക്കെ അദ്ദേഹത്തിന് ഷൈൻ ചെയ്യാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് 10 വർഷം അദ്ദേഹത്തിനെ അട്ടിമറിക്കാനായിട്ട് പിന്നെ ശിവസേനയും അതുപോലെ തന്നെ പവാറും നടത്തിയ എല്ലാ ശ്രമങ്ങളെയും അദ്ദേഹം തൊലച്ചു എന്ന് മാത്രമല്ല, തകർത്തു എന്ന് മാത്രമല്ല, ആ പാർട്ടിയെ തന്നെ തൊലച്ചു കളഞ്ഞു. ഇപ്പോൾ NCP എന്ന് പറയുന്നത് ഛന്നഭിന്നമായി പോയി. ശിവസേന എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെയുടെ ടീം വളരെ ദുർബലമായി കഴിഞ്ഞു. അവർക്ക് BMCയിൽ പോലും എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ വാർഡുകളിലും ശക്തമായി നിലനിൽക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു. പിന്നെ ഈ അടുത്ത ഇലക്ഷന് പിന്നെ സ്റ്റേറ്റിലേക്ക് എങ്ങനെ മത്സരിക്കുമെന്നുള്ളത് അവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി വന്നിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും കാണിക്കുന്നത് ഒരു ഭാവി ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ഉദയം ചെയ്തിരിക്കുന്നുവെന്ന് ഫട്നാവിസിനെ നോക്കി നമുക്ക് പറയാൻ കഴിയും. അത്രയ്ക്ക് ശക്തമായ ഒരു ലീഡറായി, അതായത് നരേന്ദ്രമോദിക്ക് ശേഷം, അമിത്ഷായ്ക്ക് ശേഷം, യോഗി ആദിത്യനാഥിന് ശേഷമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പക്കാരൊരു 50 വയസ്സുകാരുടെ ഒരു ഗ്രൂപ്പ് ഇന്ത്യയിൽ മൊത്തം അവർ പടർത്തി വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖനായിട്ട് മിക്കവാറും വരിക ദേവേന്ദ്ര ഫട്നാവിസ് ആയിരിക്കും. അതൊരു നരേന്ദ്ര ഫട്നാവിസ് ആയിട്ട് ഇന്ത്യയുടെ ഭാവി മുഖ്യമന്ത്രിയായിട്ട് വരാൻ, പ്രധാനമന്ത്രിയായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം അദ്ദേഹത്തിൻ്റെ അജണ്ട ഹിന്ദുത്വം, വികസനം, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനെ വെട്ടിനിരത്തുന്ന ഒരു അപാര ശക്തി. അവിടെ മഹാരാഷ്ട്രയിൽ വിജയിച്ച അതാണ്. പ്രതിപക്ഷത്തിനെ അദ്ദേഹം വെട്ടി കീറിക്കളഞ്ഞു. അതിശക്തമായി BJPക്ക് ഒരിക്കലും നേരിടാൻ കഴിയാത്ത അത്ര ശക്തിയുള്ള ശിവസേന, അതുപോലെ നിൽക്കുന്ന NCP, ഏതാണ്ട് അടിത്തട്ടിൽ ബേസുള്ള കോൺഗ്രസ്. ഇപ്പോഴും കോൺഗ്രസിൻ്റെ ബേസ് തകർന്നിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലയിടത്തൊക്കെ അവർക്ക് വൻ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, 4-5 കോർപ്പറേഷനിലാണെങ്കിൽ പോലും. അപ്പോൾ അത് കാണിക്കുന്നത് ഇതിനെയെല്ലാം വെട്ടിനിരത്തിക്കൊണ്ട് തൻ്റെ പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നരേന്ദ്രമോദിക്ക് തുല്യമായ ഒരു പവർ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടാമത്തെ കൂടുതൽ MP-മാരുള്ള ഒരു സ്റ്റേറ്റും കൂടെയാണ്. അതുകൊണ്ട് ഭാവി ഫട്നാവിസിനെ നോക്കി, അല്ലെങ്കിൽ ഭാവി ഇന്ത്യ ഫട്നാവിസിനെ ഏറെ ഉറ്റുനോക്കുന്നു. തീർച്ചയായിട്ടും. എന്തായാലും മഹാരാഷ്ട്രയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ BMCകളടക്കം നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും വലിയൊരു ഒറ്റകക്ഷി എന്ന തലത്തിലേക്ക് വരികയാണ്. BJP വളരുകയാണ്, തളരുകയല്ല. ദേവേന്ദ്ര ഫട്നാവിസ് എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഉദയമല്ല, കുറച്ചുകൂടി വെളിച്ചം അദ്ദേഹത്തിലേക്ക് എത്തുന്നു. ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിലേക്ക് നോക്കുന്ന ഒരു രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കാര്യങ്ങളെ മാറ്റിമറിച്ചിരിക്കുന്നു. ഭാവി പ്രധാനമന്ത്രിയാവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ളൊരു നേതാവാണ് അദ്ദേഹം എന്ന് അദ്ദേഹം തന്നെ തെളിയിക്കുകയാണ്. ഒരുപാട് നന്ദി സാർ, വലിയൊരു അനാലിസിസ് നടത്തി. താങ്ക് യു.